ഇന്ന് നമ്മൾ വീഡിയോസ് ചെയ്യണത് നിസ്സാൻ്റെ ജാക്കി സീൽ മാറ്റണ വീഡിയോസാണ് നമ്മൾ ചെയ്യണത്. അതിന് ജാക്കി സീൽ മാറ്റണമെങ്കിൽ ആദ്യം അതിൻ്റെ സ്റ്റോപ്പർ ബോൾട്ട് അഴിച്ചെടുത്തുകൊണ്ട് പിന്നെ തട്ടി ഊരേണ്ടതാണ് ഫസ്റ്റ് കാണുന്ന വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജാക്കി താത്തണം. ജാക്കി താത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വണ്ടിക്ക് കുത്തൊക്കെ കൊടുത്തിട്ട് വേണം ആ ജാക്കി താത്താൻ വേണ്ടിയിട്ട്. നല്ല ലോഡിൽ നിൽക്കണതാണ്. കുത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവനാൻ്റെ തടി അവനാൻ നോക്കിയിട്ട് തന്നെ ചെയ്യണം. വേറൊരാളും വന്നിട്ട് നോക്കൂല. അതുകൊണ്ട് ആ കുത്തൊക്കെ കൊടുക്കണ നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക, നല്ല വൃത്തിയിൽ കൊടുക്കുക, ഒപ്പിച്ച് കൊടുക്കാൻ നിൽക്കണ്ട, നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ജാക്കി മൊത്തം ജാക്കിൻ്റെ ഉള്ളിലോട്ട് താഴ്ത്തും. അതെന്തിനാണെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇതിലുള്ള ഓയിലുകൾ മൊത്തം ടാങ്കിലോട്ട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത്. അപ്പോൾ ജാക്കി താത്തണതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വർക്ക് ചെയ്യണത് കാണിച്ചു തരുന്നത് അപ്പൂട്ടനാണ് ഇന്ന് വർക്ക് ചെയ്യാൻ നമ്മളെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ അവനാണ് ഈ ജാക്കി എങ്ങനെയാണ് സീല് ഫിറ്റ് ചെയ്യണത് എന്നൊക്കെ നമുക്ക് കാട്ടി തരുന്നത്. അപ്പോൾ ജാക്കി താന്ന് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലത്തെ നെറ്റ് അഴിച്ചെടുക്കുകയാണ്. ആ നെറ്റ് അഴിച്ചെടുക്കുന്ന വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ നെറ്റ് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഇതിൻ്റെത് വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓയിലുണ്ടാവും, ജാക്കിൽ കുറച്ച് ഓയിലുണ്ടാവും. അപ്പോൾ ആ ഓയിൽ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊരു ബക്കറ്റ് വെച്ച് കൊടുക്കണം. ആ ബക്കറ്റിലോട്ടാണ് നല്ല ആ ഓയിൽ എടുത്തിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് ടാങ്കിലോട്ട് തന്നെ നമുക്ക് ഒഴിക്കാം. ഓയിലിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പുതിയ ഓയിലൊക്കെ തന്നെയാണ്. അപ്പം ഈ ജാക്കീൻ്റെ ഈ സീലൊക്കെയാണ് മാറ്റേണ്ടത്. അപ്പോൾ സീല് മാറ്റാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതും കൂടി അഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റണാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പിസ്റ്റണിൻ്റെയും എല്ലാത്തിൻ്റെയും സീല് മാറ്റാനാണ് നമ്മളിപ്പോൾ അഴിച്ചെടുത്തത്. അപ്പോൾ എല്ലാത്തിനും പഴയ സീല് നമ്മൾ അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് എല്ലാത്തിൻ്റെയും പഴയ സീല്. അപ്പോൾ ഈ സീല് മൊത്തം മാറ്റാണ്. ഒന്നോ രണ്ടെണ്ണോ വെച്ചിട്ടല്ല, എല്ലാ സീലുകളും മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സീല് മാറ്റിയിട്ട് പുതിയ സീലാണ് അതിൽ വെക്കുന്നത്. അപ്പോൾ ഈ കവറിൽ കാണുന്നതാണ് പുതിയ സീല്. അപ്പോൾ ആ പുതിയ സീല് മാറ്റാനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ആ സീലുകളൊക്കെ നമ്മളിപ്പം പുതിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ സീലിട്ടതാണ് ഈ കാണുന്നത്. എല്ലാത്തിൻ്റെയും എല്ലാ നെറ്റിൻ്റെയും എല്ലാ പിസ്റ്റണിൻ്റെ ഉള്ളിൽ പുതിയ സീലിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പിസ്റ്റൺ രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പിസ്റ്റണും അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സീലൊക്കെ വച്ച് ഇപ്പം നമ്മൾ രണ്ടാമത് വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് ആ പിസ്റ്റൺ വണ്ടീൻ്റെ ജാക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ബോൾട്ട് ടൈറ്റാക്കാണ് വേണ്ടത്. അപ്പോൾ ആ ബോൾട്ട് ടൈറ്റാക്കാൻ പോണതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇറക്കുകയാണ്. ആ ഇറക്കി കഴിഞ്ഞിട്ട് ചിലപ്പം അപ്പോൾ ആ പിസ്റ്റണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നെറ്റ് ഇനി ടൈറ്റാക്കണം. ആ നെറ്റ് ടൈറ്റാക്കിയ വീഡിയോസാണ് ഈ കണ്ടത്. അപ്പോൾ അത് വണ്ടി ഷാർട്ടാക്കിയിട്ട് ഇനി രണ്ടാമത് പിന്നിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൈപ്പൊക്കെ കൊടുക്കണം. ആ പൈപ്പിൻ്റെ ഓസ് ഊരിനി. അപ്പോൾ ആ ഓസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപ്പൂട്ടൻ രണ്ടാമത് ഓസ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഊരി വെച്ചതേനി. അപ്പോൾ ഓസ് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. വണ്ടി ഷാർട്ടാക്കിക്കുകയാണെങ്കിൽ ഓയിൽ മൊത്തം പുറത്ത് പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓസ് ഏതെങ്കിലും അഴിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ വണ്ടി ഷാർട്ടാക്കി കഴിഞ്ഞാൽ ഓയിൽ ഔട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓസൊക്കെ കുടുക്കി കഴിഞ്ഞപ്പം രണ്ടാമത് വണ്ടിമേക്ക് കൊടുക്കാൻ പോവുകയാണ്. വണ്ടിമേൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൂട്ടൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, പിന്ന് കയറണില്ല. അപ്പം കുറച്ച് പൊക്കാനും കുറച്ച് താത്താനൊക്കെ അപ്പൂട്ടൻ പറയുന്നുണ്ട്. ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്, പിന്നിലേക്ക് നോക്കുന്നുണ്ട്. പണിയിൽ ശ്രദ്ധ തെറ്റരുത്. അപ്പം പിന്നെ സെറ്റാക്കി ഇടാൻ പോവാണ്. അപ്പോൾ പിന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വണ്ടി പൊക്കി താത്തി നോക്കണം. അപ്പോൾ പൊക്കി താത്തി നോക്കിയാൽ ഓക്കെ ആണോ ഇല്ലെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ ജാക്കി താന്ന് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ജാക്കി താവണില്ല, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ജാക്കി പൊക്കി താത്തി നോക്കണം. സാധനം വർക്ക് ചെയ്യണുണ്ടോ ഇല്ലയെന്നുള്ള അറിയണ്ടേ. അപ്പം പൊക്കിയിട്ട് താത്തി നോക്കുകയാണ്. അപ്പം പൊക്കണ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അത് താഴ്ത്തിയിട്ട് പൊങ്ങണുണ്ടോ ഇല്ലയെന്നുള്ളത് ഒന്ന് നോക്കണം. ആ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴ്ത്തിയിട്ട് ഒന്ന് പൊക്കുകയാണ്.
അപ്പം ബോഡിയാണ് ഇത്, നമ്മളടുത്ത് നിന്ന് കിട്ടിയ ബോഡിയാണ്. ഈ ബോഡീൻ്റെ വീഡിയോസ് അടുത്തത് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പൊന്തണുണ്ട്, ജാക്കി ഓക്കെയാണ്. അപ്പോൾ ജാക്കി പൊന്തണമൊക്കെ ഉണ്ട്. അപ്പോൾ ജാക്കി ഓക്കെയാണ്, അപ്പൂട്ടൻ ഹാപ്പിയാണ്. അപ്പോൾ ഇതോടുകൂടി ഇത്രയേ ഉള്ളൂ ജാക്കീൻ്റെ സീല് മാറ്റുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അതോടുകൂടി വീഡിയോസ് സ്റ്റോപ്പ് ആയിട്ടോ.